ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിക്രം അഭിലാഷിൻ്റെ അടുത്ത് ചെന്ന് അഭിലാഷിനൊക്കെ അടിച്ച് ഒരു വിധത്തിലാക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും വേദ പോലീസുകാരെ കൂട്ടി വരികയാണ് അഭിലാഷിനെ അറസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അഭിലാഷാണെന്നുണ്ടെങ്കിൽ വിക്രമിനെ റേപ്പിസ്റ്റ് എന്നൊക്കെ വിളിക്കുമ്പോൾ വേദയ്ക്ക് അത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അഭിലാഷിൻ്റെ മുഖം അടിച്ച് വേദ ഒരു അടി കൊടുക്കുന്നുണ്ട്. ആ വാക്ക് നീ മിണ്ടി പോകരുത്, റേപ്പിസ്റ്റോ എൻ്റെ ഭർത്താവ് റേപ്പിസ്റ്റോ ഒന്നുമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് വേദ വിക്രമിൻ്റെ അടുത്തേക്ക് ചെല്ലാണ്ട് വിക്രമിനെയും കൊണ്ട് വിക്രമിൻ്റെ കൈ പിടിച്ച് തന്നെ അഭിലാഷിൻ്റെ പോലീസ്, അതായത് സാബു സാറിനൊക്കെ മുന്നിൽ കൂടെ തന്നെ പോവുകയാണ്. നേരെ വേദ പോകുന്നത് SP ഓഫീസിലേക്കാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ ഭർത്താവ് മദ്യപിച്ച് മറ്റൊരു സ്ത്രീയുടെ വീട്ടിൽ കയറി ആ സ്ത്രീയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് കേസ്. അതെല്ലാം മീഡിയയിലും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം മീഡിയയിൽ വന്നത് കണ്ടിട്ട് ആൾക്കാർ മുഴുവൻ അത് വിശ്വസിച്ചാണ് ഇരിക്കുന്നത്. വിക്രം തെറ്റുകാരനല്ലാന്ന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അതും മീഡിയയിൽ വരണമെന്ന് പറയുകയാണേ. അപ്പോൾ SP അത് സമ്മതിക്കുകയാണ് കേട്ടോ. മീഡിയക്കാരെ വിളിച്ച് നമ്മൾ അത് കുറ്റക്കാരനല്ല എന്നുള്ളത് പറയാമെന്നുള്ള കാര്യം. അതിനുശേഷം വേദ പറയുന്നുണ്ട്, അത് മാത്രമല്ല ഞങ്ങൾക്ക് വേറൊരു പരാതിയും കൂടിയുണ്ട്. വിക്രം കുറ്റക്കാരനല്ലാന്ന് തെളിയുന്നതോട് കൂടിയിട്ട് ഇതിൻ്റെ പിന്നിൽ വേറൊരു ഗൂഢാലോചനയുണ്ട്. അതായത് ഏതെങ്കിലും രീതിയിലുള്ള ഗൂഢാലോചന ഇതിൻ്റെ പിന്നിലുണ്ടോ എന്നും കൂടെ കണ്ടുപിടിക്കണം. അങ്ങനെ ഒരു പരാതിയും കൂടെ ഞങ്ങൾക്കുണ്ട്. നാളെ ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടായിട്ടുണ്ടെങ്കിൽ ഈ അച്ഛൻ തെറ്റുകാരനാണെന്നുള്ളൊരു ധാരണ അവൻ്റെ മനസ്സിലുണ്ടാവരുത്. അപ്പം അതുകൊണ്ട് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ വേണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, അല്ല അങ്ങനെ ഒരു പരാതി എനിക്ക് ഉണ്ടെന്ന് തന്നെ വേദ പറയുകയാണ്. അങ്ങനെ ഒരു പരാതി സാബു സാറിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പൊക്കോളാനായിട്ട് SP സാറ് പറയുകയാണ്. അങ്ങനെ നേരെ വേദനയും കൂട്ടി വരികയാണ്. അപ്പോൾ വഴിയിൽ വണ്ടി നിർത്തിയിട്ട് പറയുകയാണ്, നീ എന്തിനാണ് വെറുതെ പരാതി ഉണ്ട്, രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടെന്നൊക്കെ പറഞ്ഞത്? എനിക്കെതിരെ അങ്ങനെ രാഷ്ട്രീയ ഗൂഢാലോചനകളൊന്നും വരാനുള്ള സാധ്യതയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഇനിയിപ്പോൾ നിങ്ങളുടെ ശ്രീനി സാറ് തന്നെയാണോ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ വേദന ചീത്ത പറയുന്നുണ്ട്. നീ എന്ത് പറഞ്ഞടി എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റ്? ഇങ്ങനെ ഒരു കേസ് ഉണ്ടായിട്ടും നിങ്ങൾ തെറ്റുകാരനില്ലാന്ന് മനസ്സിലായിട്ടും അങ്ങേര് നിങ്ങളെ കാണാനോ ജാമ്യത്തിൽ എടുക്കാനോ വന്നോ? ഇനിയിപ്പോൾ നിങ്ങൾ അവരുടെ വീട്ടിൽ പോയിട്ടുണ്ടാവുമല്ലോ ജാമ്യം കിട്ടിയ ഉടനെ തന്നെ. എന്നിട്ട് നിങ്ങൾക്ക് എന്താണ് പ്രതികരണം ഉണ്ടായത്? നിങ്ങൾക്ക് അവിടെ നല്ല സ്വീകരണം ആയിരുന്നില്ലല്ലോ എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ അത് വേദ ഇതൊക്കെ പറഞ്ഞു നോക്കുമ്പോൾ വിക്രം ഞെട്ടുകയാണ് കേട്ടോ. വേദനയോട് ചോദിക്കുന്നത്, നിനക്ക് എങ്ങനെ മനസ്സിലായി ഞാൻ ശ്രീനി സാറിൻ്റെ വീട്ടിൽ പോയിരുന്നെന്ന്? അതിന് കോമൺ സെൻസ് മാത്രം മതി. അതെ, സാർ അവിടെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റില്ല. ഓക്കെ, അത് ശരി, സമ്മതിച്ചു. പക്ഷേ ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഗൂഢാലോചന ഇല്ലയെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിൻ്റെ ചേട്ടനെ എനിക്ക് സംശയിക്കണ്ടേ? അപ്പോൾ പറയുന്നുണ്ട്, എൻ്റെ ചേട്ടനെ നിങ്ങൾ ഇഷ്ടമല്ല, പക്ഷേ എങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇത്രയും തരം താഴ്ന്നൊരു കാര്യമൊന്നും ഏട്ടൻ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറയാണ് കേട്ടോ. ശരി, എന്നാൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുത്തിട്ട് പോകാം. എന്നാൽ വണ്ടി വിട്ടുപോത്തെ ഈ വേതാളം ഒന്ന് കയറിക്കോട്ടെ എന്നൊക്കെ പറയുമ്പോൾ വിക്രം വേദനോട് ചിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ രണ്ടുപേരും കൂടിയിട്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് സാബുവിനെ കാണാനായിട്ട് പോവുകയാണ്. ഇവരെ കാണുമ്പോൾ തന്നെ സാബുവിന് അത്രയ്ക്ക് പിടിക്കുന്നില്ല കേട്ടോ. ഓ, കുറ്റവിമുക്തനായി വന്നല്ലേ എന്ന് പറയാണ് കേട്ടോ. അതെന്താ, സാറിന് എന്തെങ്കിലും വിഷമായോ? ഞാൻ കുറ്റവിമുക്തനായി വന്നതുകൊണ്ട് എനിക്കങ്ങനെ വിഷമമൊന്നുമില്ല. ഞാൻ എന്തിനാണ് വിഷമിക്കുന്നത്? നിന്നെ പെരുമാറാനായിട്ട് 2 ദിവസം എനിക്കിവിടെ കിട്ടിയല്ലോ, അത് മതി എന്ന് പറയട്ടെ. അപ്പോൾ അത് പറയാം, അതെ, വാക്ക് തർക്കത്തിനൊന്നും വന്നതല്ല, ഞങ്ങളൊരു പരാതി തരാൻ വന്നതാണ്. പരാതിയോ? എന്ത് പരാതിയും ചോദിക്കും കേട്ടോ. ഈ അപകടത്തിൻ്റെ, അതായത് ഈ കാര്യത്തിൻ്റെ പിന്നിൽ വിക്രം തെറ്റുകാരനല്ലാന്ന് ഇപ്പം തെളിഞ്ഞതിനും കൂടിയിട്ട് ഇതിൻ്റെ പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട്. ആ ഗൂഢാലോചന നടത്തിയത് ആരാണെന്ന് കണ്ടുപിടിക്കണം. അത് പോലീസിൻ്റെ ഉത്തരവാദിത്തമാണ്. മാത്രമല്ല വിക്രം തെറ്റുകാരനല്ലാന്ന് തെളിഞ്ഞല്ലോ, അത് മീഡിയയുടെ മുന്നിൽ വിളിച്ച് പറയാൻ വേണം. മീഡിയക്കാരോടും കൂടി നിങ്ങളത് പറയണം എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ ഭർത്താവിനെ ചുരുക്കത്തിൽ ഒരു രാഷ്ട്രീയക്കാരനാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണല്ലേ. ഇത് SP ഇടപെട്ടിട്ടുള്ള കേസാണ്, ഉഴപ്പാൻ പാടില്ല എന്ന് പറയട്ടോ. അത് കഴിഞ്ഞു ആ പരാതി കൊടുത്തിട്ട് വിക്രം നേരെ വീട്ടിലേക്ക് പോകാൻ പോകുമ്പോൾ വേദ പറയും, ഇപ്പോൾ പോകണ്ട, പത്രത്തിലൊക്കെ മീഡിയയിൽ വരട്ടെ വിക്രം കുറ്റക്കാരനല്ലാന്ന്, അതിനുശേഷം വീട്ടിലേക്ക് പോയാൽ മതി എന്ന് പറയാനേ. ഇതേ സമയം മീഡിയയിൽ വാർത്ത വരികയാണ് കേട്ടോ. TV-ലൊക്കെ ശ്രീനി സാറും പുളിക്കനൊക്കെ അത് കാണുകയാണ്. അപ്പോൾ ശ്രീനി സാർ പറയുന്നുണ്ട്, വിക്രം തെറ്റുകാരൻ എന്നാണ് എന്തായാലും തെളിഞ്ഞല്ലോ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ പത്രത്തിൽ നിന്ന് വിളിക്കുന്നുണ്ട് ശ്രീനി സാറിനെ. അപ്പോൾ ശ്രീനി സാർ പറയുന്നുണ്ട്, ഞങ്ങൾക്കും അങ്ങനെ ഒരു സംശയമുണ്ട്, ഇതിൻ്റെ പിന്നിൽ ഒരു രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടോ എന്നുള്ള കാര്യം. എന്തായാലും വൈകിട്ടൊരു യോഗം നടക്കുന്നുണ്ട്, അതിൽ എല്ലാ കാര്യങ്ങളും പറയാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പുളിക്കൻ പറയുന്നുണ്ട്, പരാതി കൊടുത്തത് വിക്രമല്ല വേദയാണ്. അപ്പോൾ വേദ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ലക്ഷ്യം ഉണ്ടാവും, പതുക്കനെ നമ്മളിൽ നിന്ന് വിക്രത്തിനെ അടർത്തി മാറ്റിയെടുക്കാനായിരിക്കും വേദ ശ്രമിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഇതേ സമയം ശ്രീകാന്ത് പറയുന്നുണ്ട്, ഇതൊക്കെ അവൻ്റെ അടവാണ്, അവൻ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട്. ആ അഭിലാഷാണ് ഇതൊക്കെ ചെയ്തതെന്ന് ദീപ്തി പറയുന്നുണ്ട്. എന്ന് പറയുന്നുണ്ട്, ആ അഭിലാഷം 4 ഇടിച്ചിട്ടുണ്ടെങ്കിൽ സത്യം പുറത്തു വരുന്നു പറയട്ടെ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, എന്തായാലും ഇത് ചെയ്ത ആളുടെ തലയിൽ ഇടുത്തി വീഴുള്ളൂ എന്ന് പറയുമ്പോൾ ശ്രീകാന്ത് ഒന്ന് ഞെട്ടി നിൽക്കുന്നുണ്ട്. പിന്നീട് വിക്രം വേദയും കൂടിയിട്ട് വീട്ടിലേക്ക് വരികയാണ്.
വീട്ടിലേക്ക് വരുമ്പോൾ വേദനോട് വിക്രം ചോദിക്കുന്നുണ്ട്, എന്നെ എന്തിനാണ് ഇങ്ങനെ എപ്പോഴെപ്പോഴും രക്ഷിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. വിക്രത്തിനാണെന്നുണ്ടെങ്കിൽ വേദനോട് ചെറിയൊരു ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങി കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, എൻ്റെ ഭർത്താവല്ലേ, അപ്പോൾ രക്ഷിക്കേണ്ട ചുമതല എനിക്കുണ്ടല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും സ്നേഹത്തോടുകൂടി സംസാരിച്ചിട്ട് അകത്തേക്ക് വരികയാണ്. ആ സമയത്ത് കമലാമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ, വാർത്തയിൽ ഇതൊക്കെ വന്നല്ലോ. അപ്പോൾ വേദയാണെന്നുണ്ടെങ്കിൽ മാഷോട് പറയുന്നുണ്ട്, ഞാൻ വിക്രം കുറ്റക്കാരനല്ലാന്ന് ഉറച്ച് വിശ്വസിച്ചത് വിക്രത്തിനോടുള്ള എനിക്ക് ഉള്ള വിശ്വാസം കൊണ്ട് മാത്രമല്ല, വിക്രം സുധാകരൻ മാഷ്ട മകനും ആയതുകൊണ്ടും കൂടിയാണ് ഞാൻ അങ്ങനെ വിശ്വസിച്ചത്. വിക്രം തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യമൊക്കെ മാഷോട് പറയാണ് കേട്ടോ. മാഷാണെന്നുണ്ടെങ്കിൽ താൻ തെറ്റ് വിചാരിച്ചല്ലോ എന്നൊക്കെ അങ്ങനെ വിചാരിക്കണം, വിക്രം തെറ്റ് ചെയ്തു എന്ന് വിചാരിച്ചല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം തന്നെ പറമ്പിലേക്ക് പോയിട്ട് സങ്കടപ്പെടുന്നുണ്ട് കേട്ടോ. പറമ്പിൽ ഇങ്ങനെ കൈക്കോട്ടെടുത്ത് കിളക്കൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നീട് വിക്രത്തിന് ഒരു ചായ കൊണ്ടു കൊടുക്കുകയാണ് വേദ. അല്പം ക്ലീശയാണ്, എന്നാലും കുടിക്കിയത് എന്തായാലും ഇത് മനസ്സിലെ ദേഷ്യം കൊണ്ട് ഇതൊന്നും എടുത്ത് എറിയരുതിട്ടാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിക്രം സ്നേഹത്തോട് കൂടിയിട്ട് വേദന കയ്യിൽ നിന്ന് ഒരു ചായയൊക്കെ വാങ്ങിച്ച് കുടിക്കുന്നുണ്ട് കേട്ടോ. അതാണ് പ്രമോല് കാണിച്ചിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.